ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ എൻജൈൻ സെറ്റപ്പ് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ വീഡിയോയിലിട്ട് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫ് ക്യാമറയിൽ ഈ ഒരു ഏരിയ മൊത്തം ടിൽറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഈ വിൻഡ് പണിത എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ചുറ്റിനും നമ്മൾ ഈ സംഭവം ടിൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വീറ്റ് ഫാം ആക്കുമെന്ന്. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഇരുന്ന് ഇങ്ങനെ ചെയ്യണമായിരുന്നു ഈ സാധനം. ബാക്ക് സൈഡ് ഒരു സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന സീസെല്ലാം ഫ്രണ്ടിൽ കൊണ്ട് നടലാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പണി ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ ഈ ഒരു ചുറ്റിനും ബ്രിക്സ് വെച്ചിട്ട് കവർ ചെയ്യാൻ പോകണതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ബ്രിക്സ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിൽഡിങ്ങിൽ യൂസ് ചെയ്യണത്. അതിട്ട് പറയുമ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ മഞ്ചട്ടി മുക്കിൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ അത് റെജിമോൻ്റെ സജഷനാണ്. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എന്നൊരു നിഗമനം ഗൈസ്. സോ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടവരാണെങ്കിൽ ഞാൻ ഈ സംഭവം പ്ലാൻ ചെയ്ത് വെച്ചെന്ന് പറയുമ്പോൾ മറ്റേ സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ടാണ്. പക്ഷേ ഇത് ഈ വീടിലേക്ക് വന്നപ്പോൾ നമ്മുടെ വീടും ആ ബിൽഡും മിക്കതും സ്റ്റോൺ ബ്രിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രിക്കാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അധികം. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഈ ബ്രിക്ക് യൂസ് ചെയ്യാമെന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇത് കാണാൻ തിരക്കേടില്ല. പക്ഷേ എൻ്റെ ഈ സാധനം അധികം ഇല്ല. ഇപ്പോൾ അവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കണ്ടാണ്. നിങ്ങൾക്ക് നൈറ്റ് ആയത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ നേരം കൊണ്ട് ഈ സംഭവം ഒന്ന് കവർ ചെയ്ത് നോക്കാം. ഈ കാർപ്പറ്റ് കൊണ്ട് നടുക്കൊരു സ്റ്റെയറും കൂടി വെക്കുക ഗൈസ്. ഇത് കാണാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഈ വയലറ്റ് കാർപ്പറ്റ് വേണ്ടത് നമുക്ക് ഇവിടെ ആയിട്ട് വേണം വെക്കാൻ. അത് നമുക്ക് അവസാനം വെക്കാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും സ്മെൽറ്റായി വരാൻ സമയം എടുക്കും. നമുക്ക് ആ നേരം കൊണ്ട് കുറച്ച് അമത്തിസ്റ്റ് ജിയോഡിൻ്റെ ഒരു ബ്ലോക്ക് വേണം. ആ സാധനം നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയയിൽ നിന്ന് വഴി സെറ്റാക്കിയിട്ട് തരാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഓഫ് അമത്തിസ്റ്റ് നമ്മളൊരു 31 സെറ്റാക്കിയിട്ടുണ്ട്. പൊട്ടി. ഓ ഗൈസ്, ഇതൊക്കെ എവിടെ നിന്ന് കയറി വന്നു? പക്ഷേ സ്റ്റെയർസിൽ സ്പോണാവോ ഗൈസ്? എന്തായാലും നമുക്ക് 37 കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഗൈസ്. പക്ഷേ ഈ ഒരു ബ്ലോക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലെന്നാണ് വേറൊരു അറിവല്ല ആ ഒരു സംഭവം. നമ്മുടെ പ്ലാറ്റ്ഫോം എന്നത് ഈ ഒരു ഷേപ്പിലാണ്. നമുക്ക് ഇവിടെ നിന്ന് ബാക്കി ബിൽഡ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ചുറ്റിന് ഒരു 5 ബ്ലോക്ക് ഹൈറ്റുള്ള പില്ലർ പണിതിട്ടുണ്ട്. അത് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിനി ഇവിടെ ഇങ്ങനെ ഈ സാധനം വെച്ച് കൊടുക്കാം. ഈ ഷെൽഫ് എല്ലാം അവിടെ വെച്ച് കൊടുക്കുക ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സ്ലാബ് വെച്ചിട്ടുണ്ട്. സ്ലാബല്ല, ഈ സംഭവം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഇങ്ങനെ ഈ സാധനങ്ങൾ വെക്കണം ഗൈസ്. ഈ റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് ഈ ഐറ്റംസിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടില്ല. ഫെൻസ് ഈ സാധനങ്ങൾ നമ്മൾ വെക്കാൻ പോകണതാണ് ഗൈസ്. അപ്പോൾ ആ പേര് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ ബബ്ബ അടിച്ചിട്ട് ഈ സാധനം എന്ന് പറയണത്. നമുക്കതെന്തായാലും വെച്ചിട്ട് വേണം ഗൈസ്. സോ ഇപ്പോഴും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫുള്ള് ലീവ്സ് വെച്ച് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചുറ്റിനിങ്ങനെ ലീവ്സ് വെക്കുക. സോ അപ്പോൾ നമ്മൾ ആ ലീവ്സ് എന്തായാലും ഫുള്ള് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് മൊത്തം കുഴിച്ചിട്ട് നമുക്ക് ഈ ബ്ലോക്ക് ഓഫ് അമത്തിസ്റ്റ് വെക്കുക ഗൈസ് ചുറ്റിന്. ഈ ഒരു പാർട്ടിക്കിൾ മറ്റേ റിസോഴ്സ് പാക്കിനാണ് എൽ നേച്ചർ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഈ സംഭവം വെച്ച് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും എന്നാണ് എന്നൊരു നിഗമനം ഗൈസ്. കണ്ടാ
നോക്കി ഒരു നൈസ് ലുക്കില്ലേ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ കാർപ്പറ്റ് നിർത്തുക. ഇതെന്തിനാന്ന് വയ്ക്കരുത് ഗൈസ്, ജസ്റ്റ് ഫോർ ഒരു എലഗൻസ് എന്നൊക്കെ പറയില്ലേ ആ സംഭവം. $15 ഉണ്ട്. ഒരെണ്ണം ഗൈസ് 2 കുറവുണ്ട്. നമുക്കല്ലെങ്കിൽ ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാം. ഇതെങ്ങനെ ശരിയാവും? ഒരെണ്ണം കൂടുതലൊന്നല്ല. ഇതാണ് ചില സമയത്ത് എൻ്റെ കണക്ക് ഭയങ്കരമായിട്ട് തെറ്റിപ്പോകും ഗൈസ്, അപ്പോളേ പറയാം. ഇനി നമുക്ക് 2 സ്റ്റെയർ ഉണ്ടാക്കി വെക്കാം ഗൈസ്. ഇവിടെ സ്റ്റെയർ നമ്മുടെ ബേസിലുണ്ടെങ്കിലും അത് പിന്നെ മുകളിൽ പോയി എടുക്കണം. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങണം. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് ഇങ്ങനെ വെക്കാം. ഇതും കൂടി പൊട്ടിച്ച് പെർഫെക്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ റൂഫിങ് സെറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് അതിനുള്ള പ്ലാൻ നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വെറൈറ്റി ഒരു കോംബോ ട്രൈ അടിക്കാൻ പോകണതാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെറിയ ബ്ലോസത്തിൻ്റെ ലീവ്സ് നമ്മൾ മണ്ടയ്ക്ക് വെക്കാൻ പോകണതാണ് ഗൈസ്. ആദ്യം നമ്മൾ ആ ഓക്കിൻ്റെ ലീവ്സ് വെക്കാമെന്നാണ് വിചാരിച്ചെങ്കിലും ഇത് നമുക്ക് ട്രൈ അടിച്ച് നോക്കാം. എന്തായാലും നമ്മൾ ബ്രിക്ക് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു കോൺട്രാസ്റ്റ് വരേണ്ടതാണ്. അപ്പോൾ ട്രൈ അടിക്കുക ഗൈസ്. ഇത് സക്സസ് ആവുമെന്ന് പ്രാർത്ഥിക്കാം. ട്രസ്റ്റ് ദ പ്രോസസ് അല്ലേ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്ലാബ് വെച്ചിട്ടൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവില്ലെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഐഡിയ ചെയ്യാനുണ്ട്. എന്ന് പറയുമ്പോൾ ഈ സ്ലാബ് നമുക്ക് ഉള്ളിൽ നിന്ന് കാണാനുള്ള മാത്രമാണ് ഗൈസ്. ഈ റൂഫ് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ്. നമ്മളിത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഫുള്ളി ഈ ലീവ്സ് വെച്ച് കവർ ചെയ്യാനാണ് പ്ലാൻ ഗൈസ്. പക്ഷേ ഇത് തികയുമെന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്ക് എന്തായാലും ഇത് ഫില്ല് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിരിക്കാനാണ്. ഈ ഒരു സൈഡിലേക്ക് നമ്മളൊരു പാത്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇവിടെ ലാമ്പ് പോസ്റ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കയറി ചെല്ലണതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എൻജോയ്മെൻ്റ് ഏരിയയിലേക്കാണ് ഗൈസ്. കണ്ടില്ലേ, ഇവിടെ പിന്നെ കുറേ ലൈറ്റ് റേസ് പോലത്തെ സംഭവമാണല്ലോ. ഇത് പറഞ്ഞ ഈ സെയിം പാർട്ടിക്കിൾ തന്നെ റിസോഴ്സ് പാക്കിന് തന്നെയാണ്. ഇത് ഈ മോർണിംഗ് ടൈമിലേക്ക് ആകുമ്പോൾ കുറേ കൂടി അടിപൊളിയാവും ഗൈസ്. കാര്യം ഇത് ഈ വെയിൽ വന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് പോലെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്, ഒരു ഭംഗിയാണ് ഗൈസ്. പിന്നെ ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെയാണ് ഗൈസ്. ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങൾ. പിന്നെ മുകളിലേക്ക് ഇവിടെ ഒരു ഓപ്പൺ റൂഫ് പോലെയാണ്. ഇത്തിരി കൂടി വലുതാക്കിയാലെന്നൊരു പ്ലാൻ ഉണ്ടായി. പക്ഷേ ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ബിൽഡ് ചെയ്തേക്കണത് ഗൈസ്. ഇനി നമുക്ക് ഭാവിയിൽ ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാമല്ലോ. സോ ഇപ്പോൾ നമ്മുടെ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാണെങ്കിൽ ഇങ്ങനെയാണ്. ഇത് പക്ഷെ അധികം കാണുന്നില്ലത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ കാണുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് വൃത്തികേട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നമുക്കത് ഇപ്പോൾ തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട ഗൈസ്. സോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇനി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കുഞ്ഞു ബിൽഡുകളോ കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഈ വീഡിയോനെ ചിലപ്പോൾ ഇത്തിരി ഷോർട്ട് ആയേക്കാം. കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇനി പ്രീ മോഡൽ എക്സാം തന്നെയാണ് ഈ 24-ാം തീയതി. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ ബിസിയാണ് ഗൈസ്. അപ്പോൾ എനിക്കിങ്ങനെ അധികം വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. സോ ബൈ ഗൈസ്.